ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലൂടെ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട അക്കോമഡേഷനെ കുറിച്ചിട്ടാണ്. അക്കോമഡേഷൻ്റെ ഇമ്പോർട്ടൻസും അക്കോമഡേഷൻ എങ്ങനെയാണ് കുട്ടിക്ക് എടുക്കാൻ പറ്റും, എവിടെയെല്ലാമാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള അക്കോമഡേഷൻസ് ആണ് ഉള്ളത്, അക്കോമഡേഷൻ ഉണ്ടാകുന്ന ഫെസിലിറ്റീസിൽ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉണ്ടാവുക, അക്കോമഡേഷൻ പേയ്മെൻറ്റ് ആവറേജ് എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പൊതുവെ നമുക്ക് രണ്ട് തരത്തിലുള്ള അതായത് അക്കോമഡേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അക്കോമഡേഷൻസ് മെയിൻലി ഡോർമെറ്ററുകളാണ് അവൈലബിൾ ആയിട്ട്. ഡോർമെറ്റർ തന്നെ രണ്ട് രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഡോമുകളും അവൈലബിൾ ആയിരിക്കും, പ്രൈവറ്റ് ഡോമുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റി ഡോമുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ അക്കോമഡേഷൻ എപ്പോഴും യൂണിവേഴ്സിറ്റി ഡോമുകളാണ് അഫോർഡബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യാറ്. കാരണം നമുക്കൊരു ആവറേജ് ഒരു മന്ത്ലി റെന്റ്, അതായത് ഒരു പ്രാഗിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെർണോയിലാണെന്നുണ്ടെങ്കിലും പ്രാഗിലൊക്കെ ഒരു അക്കോമഡേഷൻ ഡോർമെറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 to 6000 KC അല്ലെങ്കിൽ 7000 KC വരെയൊക്കെയാണ് മാക്സിമം റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ കൂടുതൽ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റി ഡോമുകളുണ്ട്, ഫെസിലിറ്റികൾക്ക് അനുസരിച്ച് മാറ്റം വരും. അല്ലെങ്കിൽ ബെർണോയിൽ നിങ്ങളൊരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഡോം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നിങ്ങൾക്കൊരു 5000 KC താഴെയൊക്കെ ഡോമുകൾക്ക് വരാറുള്ളൂ, യൂണിവേഴ്സിറ്റി ഡോമുകൾക്ക്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡോം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡോമുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരലി ഒരു പ്രൈവറ്റ് ഡോം ചൂസ് ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ഡോം ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി ഡോമിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീ സ്ട്രക്ചർ ആയിരിക്കും എന്ന് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റും. കാരണം അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് വ്യക്തികളോ ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അതിന് ഫീൽ ചെയ്യാം. കാരണം ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതിന്റെ എല്ലാ രീതിയിലും ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എപ്പോഴും അഫോർഡബിലിറ്റിയുടെ കേസിൽ എപ്പോഴും യൂണിവേഴ്സിറ്റി ഡോം തന്നെയാണ് നമുക്ക് ഒന്നും കൂടി കൺവീനിയന്റ് ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അക്കോമഡേഷനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അക്കോമഡേഷൻ ഫേസ് ചെയ്യേണ്ടി വരിക അക്കോമഡേഷൻ കോൺട്രാക്ട് ആയിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ ഫേസ് ചെയ്യേണ്ടി വരിക. അതായത് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന അക്കോമഡേഷൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡോമുകളായിക്കോട്ടെ, എന്ത് ഡോമുകളായിക്കോട്ടെ, അവിടെ നിന്ന് നമുക്കൊരു അക്കോമഡേഷൻ കോൺട്രാക്ട് വരും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിസ ഇന്റർവ്യൂ ഡൽഹിയിൽ ചെക്ക് എംബസിയിൽ നമ്മൾ വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് അക്കോമഡേഷൻ കോൺട്രാക്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് ലാംഗ്വേജുകളിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും അക്കോമഡേഷൻ കോൺട്രാക്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇന്റർവ്യൂ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിസ ഇന്റർവ്യൂ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഡോക്യുമെന്റേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഓഫർ ലെറ്റർ, അക്കോമഡേഷൻ കോൺട്രാക്ട് എന്നുള്ള രണ്ട് ഡോക്യുമെന്റ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ ഏതാണോ, അതൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അതിന്റെ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യും. വിസ പർപ്പസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, അല്ല നിങ്ങൾക്ക് പെർമനന്റ്ലി അത് ഇഷ്യൂ ചെയ്യാറുണ്ട്, നിങ്ങളുടെ അക്കോമഡേഷൻ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആഫ്റ്റർ വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് നിങ്ങളൊരു 60 days അല്ലെങ്കിൽ ഒരു 90 days ഡിപ്പെൻഡ് ഓൺ നിങ്ങളെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ വിസ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ആഫ്റ്റർ ചെക്കിലോട്ട് എത്തുന്ന ടൈമിലാണ് നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ പെർമനന്റ് അക്കോമഡേഷനിലോട്ട് മാറുന്നത്. ആ ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ നിങ്ങൾ അക്കോമഡേഷനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അക്കോമഡേഷൻ, എന്താണ് നിങ്ങളുടെ റൂം നമ്പർ, നിങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയാണ്, എവിടെയാണ് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരെയാണ് മീറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആഫ്റ്റർ ചെക്കിൽ പ്രാഗിൽ ലാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അക്കോമഡേഷനിൽ ജോയിൻ ചെയ്യാനും അക്കോമഡേഷനിൽ എത്താനും പറ്റുന്നുള്ളൂ. അക്കോമഡേഷനിൽ പൊതുവേ ഉണ്ടാവുന്ന റിസ്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അക്കോമഡേഷൻ ചില യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ഓൺ ഇപ്പോൾ സ്കോഡോട്ടോ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ CZUലും ഇതുപോലത്തെ കേസസ് ഉണ്ടാവാറുണ്ട്. അതെന്താ വെച്ചാൽ അക്കോമഡേഷൻ ചിലപ്പോൾ അവർക്ക് ഫെസിലിറ്റീസുകൾ ലിമിറ്റഡ് ആയിരിക്കും. അക്കോമഡേഷൻ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ചില കോൺട്രാക്റ്റുകൾ നമ്മൾ എടുക്കേണ്ടി വരും. വിസ പർപ്പസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിസ പർപ്പസിന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഒരു ഡോക്യുമെന്റ് ആണ് അക്കോമഡേഷൻ കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ വിസ പർപ്പസിന് വേണ്ടിയിട്ട് താൽക്കാലികം ഒരു കോൺട്രാക്ട് നമ്മൾ എടുക്കേണ്ടി വരും. ആഫ്റ്റർ നമ്മൾ വിസ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ വേറെ ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കോഡോട്ടോ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ VSC അല്ല CZ യൂണിവേഴ്സിറ്റി, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ അക്കോമഡേഷൻ ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. CZUലൊക്കെ എക്സ്പെഷ്യലി ലിമിറ്റഡ് സീറ്റുകളാണ് അക്കോമഡേഷൻ ഫെസിലിറ്റീസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ചില കേസുകളിൽ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഡോമുകൾ അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ ആ ഒരു സ്റ്റുഡൻസ് വേറെ ഡോം, ഇപ്പോൾ പാരലി നമുക്ക് വേറെ യൂണിവേഴ്സിറ്റി ഡോമുകൾ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ CTയുടെ ഡോമുകൾ അവൈലബിൾ ആയിരിക്കും, ചാൾസ് യൂണിവേഴ്സിറ്റി ഡോമുകൾ അവൈലബിൾ ആയിരിക്കും, മെട്രോപൊളിറ്റിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഡോമുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊരു ഡോമുകളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ വിസ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കോൺട്രാക്ട് എടുക്കേണ്ടി വരും. ആഫ്റ്റർ വിസ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് അക്കോമഡേഷൻ നമ്മൾ യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ വേറെ ഡോം നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് അക്കോമഡേഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിലുണ്ടാകുന്ന ഒരു ക്രൈസിസ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ കോൺട്രാക്ട്, ഇങ്ങനത്തെ സ്റ്റേജുകളിൽ നമ്മൾ എടുക്കുന്ന ഈ അക്കോമഡേഷൻ കോൺട്രാക്ട് വാല്യുബിൾ ആണോ, അതൊരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ എഗ്രി ചെയ്യുന്നതാണോ എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡോമുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നോ പ്രൈവറ്റ് ആളുകളിൽ നിന്നോ ആയിരിക്കും നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റുകൾ ഒരു ലീഗലൈസ്ഡ് വാലിഡ് ആണോ, അതിനൊരു അപ്രൂവലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. എംബസിയിൽ ഇത് ക്രോസ് ചെക്ക് വെരിഫിക്കേഷൻ പോസിബിൾ ആണോ എന്നുള്ള കാര്യവും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം.
അതാണ് അക്കോമഡേഷനിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ ഫേസ് ചെയ്യാറ്. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോഴും യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ പർച്ചേസ് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കാം. കാരണം അക്കോമഡേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില കേസുകളിൽ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസ് ലേറ്റ് ആയിട്ടായിരിക്കും അക്കോമഡേഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി ഇൻടേക്കിന് ഒരു കുട്ടി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ February 1 ജോയിനിങ് ആ കുട്ടി ചെയ്യുന്നത് ചിലപ്പോൾ February 28 അല്ലെങ്കിൽ February 26 ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ ചില ഡോമുകളിൽ ഈ ഒരു കാൻഡിഡേറ്റ് February 1 മുതലുള്ള പേയ്മെന്റ് കൊടുക്കാൻ നിർബന്ധിതരാവാറുണ്ട്. അത് അവരുടെ അക്കോമഡേഷൻ റൂൾസിൽ അങ്ങനെ പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡോം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഡോമുകൾ ആയിക്കോട്ടെ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്ന് മുതലാണ് റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്രയാണ് റെന്റ് വരുന്നത്, എന്ന് മുതൽ നിങ്ങൾ റെന്റ് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലിയർ ഇൻഫർമേഷൻസ് നിങ്ങൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താലും നമ്മൾ നിൽക്കാത്ത ദിവസത്തിന്റെ പേയ്മെന്റുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്കോമഡേഷനിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഡോമിന്റെ ഫെസിലിറ്റീസ്, എന്തെല്ലാം ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോമുകളിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അറ്റാച്ച്ഡ് കിച്ചൺ ഉണ്ടോ, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ, എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ മാക്സിമം അതിന്റെ പിക്ചേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും, ഒരു എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങളുടെ റൂമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മേക്ക് ഷുവർ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ട്രാവലിംഗിന് മുമ്പായിട്ട് തന്നെ ഇത് മേക്ക് ഷുവർ ചെയ്യാൻ നോക്കാം. പക്ഷേ ചെക്കിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ഇതിനനുസരിച്ചുള്ള ഫോളോ അപ്സ് എടുക്കുക. അപ്പൊ നിങ്ങൾ കറന്റ് ഒരു ഡോം നിങ്ങൾ ചൂസ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോർമെറ്ററി നിങ്ങൾ എടുത്തേക്കാണ്, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്, നിങ്ങൾക്ക് വേറെ ഡോമിലോട്ട് മാറണം, അല്ലെങ്കിൽ വേറെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണം. അതിന് ഇപ്പൊ നമ്മുടെ മലയാളികൾ തന്നെ കുറെ കമ്മ്യൂണിറ്റികൾ അവിടെ ഉണ്ട്, ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയകളായിട്ട് പല കമ്മ്യൂണിറ്റികളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവരുടെ ഇൻഫർമേഷൻ ത്രൂ നിങ്ങൾക്ക് വേറെ അക്കോമഡേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടീസ്, ഇപ്പൊ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നോക്കുന്നവരുണ്ടാവാറുണ്ട്, അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിലിറ്റിയുടെ കേസിൽ കുറച്ചുകൂടി ഹൈ ആയിരിക്കും, മേ ബി അഫോർഡബിൾ ആയിരിക്കും, നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. വേറെ ഡോമുകൾ, വേറെ യൂണിവേഴ്സിറ്റി ഡോമുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വേറെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡോമുകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാൾസിന്റെയോ VSCയുടെയോ CZTയുടെയോ അതുപോലെ CTയുടെയോ ഏത് യൂണിവേഴ്സിറ്റി ഡോമുകൾക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡന്റ് വിസ ഒരു ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് ട്രൈ ചെയ്യുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായി കോൺടാക്ട്